അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ₹500. ഓക്കെ, അപ്പോൾ റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് അടുത്ത വർഷത്തെ എക്സ്പെൻസ് നമ്മൾ ഈ വർഷമേ പേയ്മെന്റ് ചെയ്യുകയാണ് അല്ലെ, അത് അസറ്റ് ആണ്. സോ റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല, അത്രത്തോളം റെന്റ് കുറയ്ക്കണം. അതുകൊണ്ട് റെന്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരിക്കും എൻട്രി എഴുതാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക? യെസ്, പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെന്റ് അക്കൗണ്ട്. Debit to rent account. Next one, depreciation on furniture 1000. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നതാണ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഡിപ്രിസിയേഷൻ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് അസറ്റിന്റെ വാല്യൂ കുറയൂലേ, അസറ്റ് കുറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യുക. സോ എൻട്രി ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഫർണിച്ചർ അക്കൗണ്ട് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറിയുടെ ജേണൽ എൻട്രി എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക.